ബിഗ് ബോസ് കഴിഞ്ഞതോടെ ഉദ്ഘാടനങ്ങളും വിദേശയാത്രയുമാക്കി തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടുകയാണ് രേണുസുതി. തന്റെ മൂന്നാമത്തെ വിദേശയാത്രയും പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് രേണുസുതി നാട്ടിൽ മടങ്ങിയെത്തിയത്. കൊല്ലം സുധിയുടെ മരണശേഷം മക്കളുടെ പേരിൽ വെച്ച വീടും രേണുസുധിയുടെ വിവാഹമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചൂടുള്ള ചർച്ചാ വിഷയമാണ്. രേണുസുധി മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു നൽകണമെന്ന് ഫിറോസ് HDFC പ്രതികരിക്കുകയും ചെയ്തു. വീട് തന്റെ വ്യക്തിപരമായ കാര്യമല്ലെന്നും വീട് വെച്ച് നൽകി എന്നതിന്റെ പേരിൽ ആരുടെയും നിയന്ത്രണത്തിൽ അല്ലെന്നും രേണുസുധി തിരിച്ചടിക്കുകയും ചെയ്തു. മക്കളുടെ പേരിലാണ് വീട് എന്നതുകൊണ്ടും മകൻ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടുമാണ് താൻ ആ വീട്ടിൽ താമസിക്കുന്നതെന്നും രേണു പറയുന്നു. എന്തായാലും രേണുസുതി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ചോദ്യം. രേണുസുതി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും വരൻ യുകെയിൽ നിന്നാണ് എന്നടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നു. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ് രേണുസുതി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് യൂട്യൂബ് ചാനലുകൾ ചോദ്യത്തിന് ആര് പറഞ്ഞു ഇതൊക്കെയെന്ന് രേണു തിരിച്ചു ചോദിക്കുന്നു. യുകെയിൽ നിന്നോ ദുബായിൽ നിന്നോ ഒന്നുമല്ലെന്ന് രേണു പറയുന്നു. ബിഗ് ബോസ് താരമോ സീരിയൽ നടനോ ഒന്നുമല്ല. വിവാഹത്തെക്കുറിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് രേണു കൂട്ടിച്ചേർത്തു. വിവാഹം കഴിക്കുവാണെങ്കിൽ പോലും അയാൾക്കുമൊത്ത് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കില്ല. സുധിച്ചേട്ടൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങും രേണുസുധി വ്യക്തമാക്കി. കുട്ടികളുമൊത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നല്ല, കാരണം അത് കുട്ടികളുടെ വീടാണ്. കുട്ടികളെ കൂടി അംഗീകരിക്കുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും രേണു പറഞ്ഞു. അനുഭവങ്ങളാണ് തന്നെ ധൈര്യമുള്ള ആളാക്കിയത്. പക്ഷേ തനിക്കുണ്ടായിരുന്നതുപോലുള്ള അനുഭവങ്ങളൊന്നും മറ്റൊരാൾക്കും വരില്ലേ എന്നാണ് കരുതുന്നതെന്നും രേണു പറഞ്ഞു. ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് തനിക്കാണെന്ന് കരുതുന്നില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് നേട്ടങ്ങൾ. തനിക്ക് 3 തവണ വിദേശയാത്ര പോകാൻ സാധിച്ചു. അനുമോൾ 29 ദുബായിലേക്ക് പോവുകയാണെന്നറിഞ്ഞു. ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിനാണ് ദുബായിലേക്ക് പോകുന്നത്. വളരെ അടിപൊളി അടിപൊളി അനുഭവമായിരുന്നു. ബിഗ് ബോസിന് ശേഷമുള്ള വിദേശയാത്ര ഉണ്ടായത്. അതിനു മുമ്പ് ഓഫറുകൾ ഉണ്ടായിരുന്നെങ്കിലും പോകാൻ സാധിച്ചിരുന്നില്ലെന്നും രേണുസുതി പറഞ്ഞു.